രാഹുലെ, കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ UDF തരംഗം വരുന്നു എന്ന് കേട്ടതിന് ശേഷം ഇടതുപക്ഷ കോട്ടകളിൽ ശരിക്കും പറഞ്ഞൊരു കൂട്ടക്കരച്ചിലാണ്. ന്യായീകരണങ്ങൾ നടക്കുന്നു, ക്യാപ്സ്യൂളുകൾ കൊടുക്കുന്നു, ആകെപ്പാടെ കരഞ്ഞു മെഴുകിയിരിക്കുന്ന ഒരു അവസരത്തിൽ MA ബേബി നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ വർഷവും നിങ്ങൾ കണ്ടതല്ലേ? എക്സിറ്റ് പോളിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, തുടർഭരണം വരുമെന്നാണ് MA ബേബി ഉറപ്പിച്ചു പറയുന്നത്. എനിക്ക് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ ഇടങ്ങളിൽ ഇവർ നടത്തുന്ന ചില പ്രസ്താവനകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അധികാരമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നൊരു അഭിപ്രായമാണ്. അധികാരമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഴുതല മൂർച്ചയുള്ള വാളിന് സമമാണ്. ആ വാള് കൊണ്ട് നോവാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ, അതായത് ഞങ്ങൾ അധികാരമില്ലെങ്കിൽ അധികാരമില്ലാത്ത ഞങ്ങളെയാണ് ഭയപ്പെടേണ്ടത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അധികാരമില്ലാത്തപ്പോഴാണ് ഞങ്ങൾ വളരുന്നത് എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അവർ പഴയ കാല അവരുടെ വിഷമങ്ങളിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ചെഗുവരെ വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാലിനെ വിളിക്കും. അങ്ങനെ അവരുടെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ വലിയ വലിയ നേതാക്കന്മാരെ വിളിച്ചു വരുത്തുന്നൊരു രീതി ഉണ്ടായിരുന്നു. പതനത്തെ അംഗീകരിച്ചു തുടങ്ങി. ഞങ്ങളല്ല തോൽക്കുന്നത്, നിങ്ങളാണ് തോൽക്കുന്നത് എന്ന് പറയുന്ന. ഇപ്പോൾ UDF തിരിച്ചടിക്കുന്ന സാധനം അത് തന്നെയാണ്. ഇപ്പോൾ കുറേ പ്രിന്റ് പേപ്പറിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളല്ല തോൽക്കുന്നത്, നിങ്ങളാണ് എന്ന് പറയുന്ന പ്രസ്താവനകൾ. ഇപ്പോൾ LDF സംബന്ധിച്ചപ്പോൾ MA ബേബിയുടെ പ്രസ്താവന എന്ന് പറയുന്നത്, എക്സിറ്റ് പോളുകളിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെയാണ് വിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തുടർ ഭരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ആകെ ഒറ്റൊരു എക്സിറ്റ് പോളിൽ മാത്രമാണ് LDF തുടർ ഭരണം പറഞ്ഞിട്ടുള്ളത്. അതിലും വലിയ ഭൂരിപക്ഷമൊന്നുമല്ല, 68 മുതൽ 73 സീറ്റുകൾ വരെ നേടി LDF അധികാരത്തിൽ വന്നേക്കാം. അത് 68 മുതൽ, കുറഞ്ഞത് 68, കൂടിയത് 73. അപ്പോൾ 71 കടക്കുന്ന ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമേ ഞങ്ങളുള്ളൂ. ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും UDF അനുകൂലമായിട്ടാണ്. UDF 80ഉം 90ഉം പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BJPക്ക് 11 വരെ പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട്. എല്ലാ എക്സിറ്റ് പോളിലും BJPക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് BJP വലിയൊരു മാറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലത്തെ എല്ലാ ദിവസത്തെയും ചർച്ച പോലെ ഇന്നലത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് നിയമം പിടിക്കുമോ എന്നുള്ള ചർച്ചയായിരുന്നു. അതായത് നിയമത്ത് BJPക്കാണ് ചെറിയ മുൻതൂക്കമുള്ളത്. ആദ്യം തന്നെ അതായത് ശിവൻകുട്ടി വിജയിക്കുമെന്നൊരു ട്രെൻഡായിരുന്നു ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പിട്ട്. ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷം ശബരിനാഥനോ ശിവൻകുട്ടിയോ എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ട്രെൻഡ് പോകുന്നൊരു സാഹചര്യം കണ്ടു. അതിനപ്പുറത്തേക്ക് പിന്നീട് ഇലക്ഷൻ കഴിയുമ്പോഴും BJP ക്യാമ്പുകളിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, കോർ കമ്മിറ്റി കൂടിയിരുന്ന് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് അവർ സംപൂജ്യരാകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇത്ര സീറ്റുകൾ ലഭിച്ചേക്കാം, ഇല്ലെങ്കിൽ സംപൂജ്യരാകും. BJPയെ സംബന്ധിച്ച് വോട്ട് ഷെയർ കൂട്ടിയോ ഇല്ലയോ എന്നൊന്നുമല്ല, അവർക്ക് ഏതെങ്കിലും ഒരു സീറ്റ്, അതാണ് ഇപ്പോഴത്തെ അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒരു സീറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചതിന് തുല്യമാണ് BJPയെ സംബന്ധിച്ച്. LDFനെ സംബന്ധിച്ച് LDF ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്, അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്ത്രീകളിലാണ്, വീട്ടമ്മമാരിലാണ്. LDF സർക്കാർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സ്ത്രീ ജനങ്ങളിലേക്ക് എത്തിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ തങ്ങൾക്കാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് LDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് അവരുടെ അനാലിസിസ് പ്രകാരം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് ഏകീകരിച്ചിട്ടുണ്ട്. ആ ഏകീകരിച്ച വോട്ടുകൾ കൃത്യമായിട്ട് വന്ന് പെട്ടത് UDFൻ്റെ അക്കൗണ്ടുകളിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് വന്നിട്ടുള്ള FCRA വിഷയം, FCRA തന്നെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ നിന്നുള്ള വോട്ടുകളെല്ലാം കൃത്യമായിട്ട് ഏകീകരിച്ച് UDFയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും. അത് നമ്മൾ പറയും, ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്കോ അല്ലെങ്കിൽ UDFനോ ആണ് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നത്. അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി വരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. BJPയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ പ്രസ്ഥാനങ്ങൾ പോയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള കന്യാസ്ത്രീമാരുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഞങ്ങളാണ് ഇടപെട്ടത് എന്ന് പറയുന്ന കേരളത്തിലെ BJP നേതാക്കന്മാരെ കണ്ടു, UDF നേതാക്കന്മാരെയും കണ്ടു. എന്ത് തന്നെയാണെങ്കിലും FCRA വിഷയം കൃത്യമായിട്ട് അനുകൂലമായിട്ട് വന്നത് UDFന് തന്നെയാണ്. അത് പല മേടകളിലും നമ്മൾ പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ മേടയിലിരിക്കുന്ന അധ്യക്ഷന്മാരുടെ സംസാര ശൈലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. LDFനെ സംബന്ധിച്ച് LDF തുടർഭരണം പ്രതീക്ഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ചില കാര്യങ്ങൾ.
വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് അഡ്രസ്സ് ചെയ്ത് അത് ഫയലാക്കി സൂക്ഷിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ്. UDFിനെ സംബന്ധിച്ച് കഴിയാതെ പോയതും അത് തന്നെയായിരുന്നു. അതായത് 2016 വരെയുള്ള UDFിന്റെ കാലഘട്ടം, അതായത് 2011 മുതൽ 16 വരെ ഉണ്ടായിരുന്ന UDFിന്റെ കാലഘട്ടത്തിൽ UDF ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ UDF 5 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുള്ള വീടുകളാണ് LDF 10 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്തതെന്ന്. അപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് UDF ഇത്രയേറെ വീടുകൾ ചെയ്തു തീർത്തു എന്നുള്ള ഒരു ഡേറ്റ പുറത്തുവിടാൻ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഫ്രെയിം വർക്ക് ചെയ്ത് കൃത്യമായിട്ട് അതൊരു ഫയലാക്കി പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിടാൻ അന്നത്തെ UDFിന് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ LDFിനെ സംബന്ധിച്ച് LDFിന് എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കുന്നത് ഈ 10 കൊല്ലമായിട്ട് നിൽക്കുന്ന LDFിന്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിൽ ഫയലാക്കി ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. അതാണ് LDFിനെ സംബന്ധിച്ച് അവർക്ക് മുൻതൂക്കം കൂടുതൽ കിട്ടുന്നത് വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും. എല്ലാം UDFിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഗെയിലാണെങ്കിലും അതേപോലെ തന്നെ എയറോട്രമിന്റെ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം UDFിന്റെ കാലത്തിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളാണെങ്കിൽ പോലും UDFിന്റെ കാലത്ത് തറക്കല്ലിട്ട് UDF കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ്, UDFിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന പദ്ധതികളാണ്. ഇതെല്ലാം LDF കൃത്യമായിട്ട് അത് ഈ 10 കൊല്ലക്കാലം കൊണ്ട് അത് പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് അത് തങ്ങളുടെ പേരിലേക്കാക്കാൻ LDFിന് അത് മതി. അപ്പോൾ സ്ത്രീപക്ഷ വോട്ടുകളിലാണ് LDF എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വോട്ടുകൾ. ഈ LDFിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, CPM ആണെങ്കിലും CPI ആണെങ്കിലും ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കുടുംബശ്രീ, തൊഴിലുറപ്പ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ഈ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെ നിർബന്ധിച്ച് പാർട്ടി പരിപാടികൾ. കുടുംബശ്രീയിൽ കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തിട്ട് ആ കുടുംബശ്രീയിലുള്ള ആളുകളെ എല്ലാം ഇവിടെ പാർട്ടി പരിപാടിയിലേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ LDFിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഒന്ന് കുടുംബശ്രീ, തൊഴിലുറപ്പ്. ഇപ്പോൾ കുടുംബശ്രീ തന്നെ ADS ആണെങ്കിലും CDS ആണെങ്കിലും കൃത്യമായിട്ട് എല്ലാ കാലവും പിടിക്കാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് നിൽക്കുന്ന ആരാണ്? LDF തന്നെയാണ്. ഒരു പഞ്ചായത്തിൽ കൂടുതൽ CDS മെമ്പർമാരെയും ADS മെമ്പർമാരെയും ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന LDF ആണ്. UDF ഈ കാലങ്ങളിലൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യവുമില്ല. ഇപ്പോൾ ADSനെ പിടിക്കുന്നതിനകത്തോ CDSനെ പിടിക്കുന്ന അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ LDF എന്താണ് ചെയ്യുന്നത്? LDFിന്റെ പ്രതിനിധികളെ വെച്ച് കൂടുതൽ കുടുംബശ്രീകൾ രൂപീകരിക്കുക, കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇവരുടെ ഡാറ്റകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് കുടുംബശ്രീകൾ വഴിയാണ്. LDF പറയുന്ന LDFിൻ്റെ ഓരോ പദ്ധതികളും ഈ കൂട്ടത്തിൽ നിന്ന് ചർച്ച ചെയ്യും. ഈ കൂട്ടത്തിൽ നിന്നാണ് പിന്നെ പുറത്തേക്ക് വന്നത്. അതേപോലെ തന്നെ തൊഴിലുറപ്പ്. ഇവരെ എല്ലാം വളരെ മോശമായിട്ട് കളിയാക്കി പറയാറുണ്ട്, കൊതിയും നുണയും പറയുന്ന കൂട്ടരാണ് എന്ന് പറയുന്നത്. പക്ഷേ LDFിനെ സംബന്ധിച്ച് അവരുടെ ഡാറ്റകൾ കൃത്യമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് അവർ ഈ കുടുംബശ്രീ ആണെങ്കിലും തൊഴിലുറപ്പാണെങ്കിലും കാണുന്നത്. അവരുടെ ADS മെമ്പർമാരെയും CDS മെമ്പർമാരെയും എന്തിനാണ് അവർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF മുന്നോട്ട് വെക്കുന്ന ഓരോ പദ്ധതികളും ഇത് LDF അല്ലേ കൊണ്ടുവന്നത്, ഇത് പിണറായി വിജയൻ അല്ലേ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് സാധാരണപ്പെട്ട താഴെത്തട്ടുള്ള ഇപ്പോൾ വിദ്യാഭ്യാസം കുറച്ച് കുറവുള്ള അല്ലെങ്കിൽ അധികം പൊതുബോധമില്ലാത്ത സ്ത്രീകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഏറ്റവും കൂടുതലും രാഷ്ട്രീയം സംസാരിക്കുന്നതും ഈ നമ്മുടെ ഈ താഴെത്തട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ്. തൊഴിലുറപ്പിന് പോകുന്നതും കുടുംബശ്രീയിലിരിക്കും ഈ സ്ത്രീകളാണ് കൂടുതലും രാഷ്ട്രീയം സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയല്ലോ, അതായത് മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതൽ നന്നായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ് ചായക്കടയിൽ ഇരിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യർ. അതേപോലെ തന്നെയാണ് ഈ സ്ത്രീകളും. അവരും കൃത്യമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലഘട്ടം മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുടുംബശ്രീക്ക് വിളിക്കുന്നതിനകത്ത് വലിയ വിഷയം, അതായത് നിർബന്ധിച്ച് ഇവരെ പാർട്ടി പരിപാടിയിൽ കൊണ്ടുപോകുന്നതിന് വിഷയങ്ങൾ ഉണ്ടാകുന്നതും, തൊഴിലുറപ്പിൽ നിന്ന് തൊഴിലില്ലാതെ, അതായത് പണി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി പരിപാടിയിൽ കൊണ്ടുപോകുമ്പോഴും എല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങൾ പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാം തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള സ്ത്രീകളിലാണ് LDF കൂടുതലും അവര് മനസ്സ് വെച്ചിരിക്കുന്നത്. അവര് ആ വോട്ടുകളാണ് അവർ ഏറ്റവും കൂടുതലും ഉദ്ദേശിക്കുന്നത്. ആ വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് LDFിന്റെ കൃത്യമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളും LDF ചർച്ച ചെയ്യുന്നുണ്ട്. LDFിന്റെ കോർ കമ്മിറ്റിയിലെ കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചയായിരുന്നു. ഈ LDFിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുമുള്ള എല്ലാ ഡാറ്റകളും കേന്ദ്രീകരിച്ചിട്ടാണ് അവർക്ക് തുടർഭരണം
ചിലപ്പോൾ ലഭിച്ചേക്കാം, ഇല്ലെങ്കിൽ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. 68 സീറ്റുകൾ അവർക്ക് ലഭിക്കാം, അല്ലെങ്കിൽ 75 സീറ്റ് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് LDF എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ LDFിൻ്റെ തന്നെ വിലയിരുത്തലുണ്ട്, അവരുടെ ബ്രാഞ്ച് കമ്മിറ്റികളെല്ലാം വെറും ബ്രാഞ്ച് കമ്മിറ്റികളൊന്നും ഇല്ലാത്ത ശോഷിച്ച രീതിയിലേക്ക് പോയി, ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക്, അതായത് നശിച്ചു പോയി, ബ്രാഞ്ച് കമ്മിറ്റികളെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് CPMനുള്ളത്. അപ്പോൾ അത് കൂടുതൽ LDFിന് ദോഷമായി എന്നുള്ള കണക്കുകളും LDF പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും 4-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് അറിയാം, MA ബേബി പറഞ്ഞതാണോ, VD സതീശൻ പറഞ്ഞ 100 സീറ്റുകളാണോ, യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് 4-ാം തീയതിക്ക് ശേഷം അറിയാം.